ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പ്ലാസ്റ്റിക് മുക്ത സമൂഹവും പ്രകൃതിയോടിണങ്ങിയ വികസനവുമാണ് പ്രകൃതിയുടെ നിലനിൽപ്പിന് ആവശ്യം. പ്രകൃതി സംരക്ഷണം എന്ന ഉദ്ദേശത്തോടെ വിവിധ സംഘടനകളാണ് മുന്നോട്ട് വരുന്നത്. ഇതിന് മാതൃകയായി ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ തുണിസഞ്ചികൾ വിതരണം ചെയ്തു. കേരളത്തിന്റെ ഹരിതശോഭയെ പരിപോഷിപ്പിക്കാനും സംരക്ഷിക്കുവാനുമായി മുന്നോട്ട് വരുന്ന ഇത്തരം പ്രവർത്തികളിൽ നമ്മളും പങ്കാളികളാവേണ്ടതുണ്ട്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. സമരം ചെയ്തതിന്റെ പേരിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ SFI യൂണിവേഴ്സിറ്റിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ഗതാഗത മന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ പലപ്പോഴും പാഴ്വാക്കുകളാണെന്നും പൊതുഗതാഗത മേഖലയുടെ മന്ത്രിക്ക് പ്രതിബദ്ധതയില്ലെന്നും പ്രദീപ് കുമാർ MLA. കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിഷയങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് K മുരളീധരൻ MLA. വിശദമായ വാർത്തകളിലേക്ക്. സമരം ചെയ്തതിന്റെ പേരിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് SFI മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവകലാശാല ഭരണകാര്യാലയത്തിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് നിരവധി തവണ ലാത്തി വീശി. സംഘർഷത്തിൽ നിരവധി പേർക്കും പോലീസുകാർക്കും വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു. സർവകലാശാല നിയമനക്കോഴ വിവാദത്തിൽ ഡിവൈഎഫ്ഐ നടത്തിയ സമരത്തിൽ പങ്കെടുത്തതിന് സസ്പെൻഡ് ചെയ്ത സാനിയോ, അർഷാദ്, ജംഷീദ് അലി, സജ്ന, സജിത് സോമൻ എന്നിവരെ തിരിച്ചെടുക്കാത്ത VCയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് SFI മലപ്പുറം ജില്ലാ കമ്മിറ്റി സിൻഡിക്കേറ്റ് യോഗം നടന്നുകൊണ്ടിരുന്ന ഭരണകാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ADയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. സംഘർഷത്തിൽ 2 വിദ്യാർത്ഥികൾക്കും MSP ക്യാമ്പിലെ ഒരു പോലീസുകാരനും ഗുരുതരമായി പരിക്കേറ്റു. തുടർന്ന് നടന്ന ധർണ SFI സംസ്ഥാന കമ്മിറ്റി അംഗം റഫീഖ് ഉദ്ഘാടനം ചെയ്തു. വരുന്ന 10-ാം തീയതിക്കകം വിഷയത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാമെന്ന VCയുടെ ഉറപ്പിനെ തുടർന്ന് പ്രവർത്തകർ പിരിഞ്ഞുപോകുകയായിരുന്നു. കമ്പ്യൂട്ടർ അധ്യാപകരെ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രക്ഷോഭം ആരംഭിക്കുന്നു. ന്യായമായ വേതനം, സേവന വേതന വ്യവസ്ഥ എന്നിവയും ആവശ്യങ്ങളാണ്. സമര പ്രഖ്യാപന കൺവെൻഷൻ ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്നു. KCTA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ തലത്തിൽ തന്നെ ഏറെ പ്രശംസ നേടിയ IT പഠന ശ്രമമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ഉപേക്ഷിക്കപ്പെടുന്നത്. പ്രൈമറി തലത്തിലെ IT പഠനം നിർത്തലാക്കിയത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട IT വിദഗ്ധനും IT സ്കൂൾ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ K അൻവർ സാദത്ത് വിദ്യാഭ്യാസ വകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ വർഷം മുതൽ ITക്ക് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നില്ല. കമ്പ്യൂട്ടർ അധ്യാപകരെ അംഗീകരിക്കണമെന്നും ന്യായമായ വേതനം, സേവന വേതന വ്യവസ്ഥകൾ വേണമെന്നും ആവശ്യപ്പെട്ട സെക്രട്ടേറിയറ്റിലും വിവിധ കളക്ടറേറ്റുകൾക്ക് മുമ്പിലും സമരം ചെയ്തിരുന്നു അധ്യാപകർ. മുഖ്യമന്ത്രി മുതൽ എല്ലാ മന്ത്രിമാരെയും ഉന്നത ഉദ്യോഗസ്ഥരെയും കണ്ടു. പക്ഷേ അസംഘടിതരായ ഈ അധ്യാപകർക്ക് മാത്രം സംരക്ഷണം നൽകിയിട്ടില്ലെന്ന് കേരള കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഉറുദു, സംസ്കൃതം തുടങ്ങിയവ പഠിപ്പിക്കുന്നവർക്ക് ശമ്പളവും എല്ലാ ആനുകൂല്യങ്ങളും നൽകുമ്പോൾ കമ്പ്യൂട്ടർ അധ്യാപകർക്ക് കുട്ടികളിൽ നിന്ന് പിരിക്കുന്ന തുച്ഛമായ വേതനമാണ് നൽകുന്നത്. കമ്പ്യൂട്ടർ ടീച്ചർമാർക്ക് സർക്കാർ ഓണറേറിയം നൽകുക, അംഗനവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ, പ്രീ പ്രൈമറി അധ്യാപകർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ നൽകുക, IT അറ്റ് സ്കൂൾ വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ കമ്പ്യൂട്ടർ അധ്യാപകരെ സർക്കാർ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന കൺവെൻഷൻ മുന്നോട്ടുവച്ചത്. ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ തീരുമാനിച്ചതെന്ന് അഡ്വക്കേറ്റ് M രാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഫാത്തിമത്ത് സുഹറ, KM സിന്ധു, P സിന്ധു, UC സൂര്യപ്രിയ, K ബിന്ദുമോൾ, P സാബിറ തുടങ്ങിയവർ സമരപ്രഖ്യാപന കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു.
തുടർച്ചയായി പെൻഷൻ നിഷേധിക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കെഎസ്ആർടിസി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ പ്രക്ഷോഭം ശക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി കെഎസ്ആർടിസി പുതിയ ടെർമിനലിൽ ധർണ നടത്തി. എ പ്രദീപ് കുമാർ MLA ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ഗതാഗത മന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ പലപ്പോഴും പാഴ്വാക്കുകളാവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുഗതാഗത മേഖലയോട് മന്ത്രിക്ക് പ്രതിബദ്ധതയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കെഎസ്ആർടിസി പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ പാവങ്ങാട് ഡിപ്പോയ്ക്ക് മുൻപിൽ ആരംഭിച്ച സമരത്തിന്റെ തുടർച്ചയായാണ് കോഴിക്കോട്ടെ പുതിയ കെഎസ്ആർടിസി ടെർമിനലിന് മുൻപിൽ കെഎസ്ആർടിസി പെൻഷനേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. തുടർച്ചയായി പെൻഷൻ നിഷേധിക്കുന്ന സർക്കാർ നിലപാടിനെതിരായാണ് പെൻഷൻകാരുടെ പ്രതിഷേധ സമരം. MLA എ പ്രദീപ് കുമാർ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. കെഎസ്ആർടിസിയിൽ പെൻഷൻ കൊടുത്താൽ മാത്രമേ ശമ്പളം വാങ്ങുമെന്ന് പറഞ്ഞ ഗതാഗത മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാണംകെട്ട ഏർപ്പാടാണ് നടത്തുന്നതെന്ന് MLA കുറ്റപ്പെടുത്തി. പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയാത്ത സർക്കാർ പെൻഷൻകാരോട് കടുത്ത അനീതിയാണ് ചെയ്തത്. ഏറ്റവും കൂടുതൽ പെൻഷൻകാർ ആത്മഹത്യ ചെയ്ത സ്ഥാപനമായി കെഎസ്ആർടിസി അധപ്പതിച്ചുവെന്നും MLA കുറ്റപ്പെടുത്തി. അപ്പൊ ഇത് ആ കുടിശ്ശിക കൊടുത്തു തീർന്നതിനെ ഞാൻ ശമ്പളം വാങ്ങൂ എന്ന് പറഞ്ഞ മന്ത്രി ഒരു നാണവും ഇല്ലാതെ ശമ്പളം വാങ്ങുന്നുണ്ട്. നമ്മുടെ കുടിശ്ശികയായിട്ട് കിടക്കുന്നുണ്ട്. കെഎസ്ആർടിസി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി NV ശശിധരൻ അധ്യക്ഷത വഹിച്ചു. KN ഗോപാലൻകുട്ടി, CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി T ദാസൻ, ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി K രാജൻ, TP കുട്ടികൃഷ്ണൻ, PN അശോകൻ, T ബാലൻ നായർ തുടങ്ങിയവരും സംസാരിച്ചു. കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിഷയങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് കെ മുരളീധരൻ MLA. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ആദ്യകാലത്ത് പുറംതിരിഞ്ഞു നിന്നത് സംസ്ഥാനത്ത് ഒട്ടേറെ നഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ഭൌതിക സ്വത്തവകാശത്തെ സംബന്ധിച്ച് സി സ്റ്റഡീസ് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമായ സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റും സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലും റീജിയണൽ സയൻസ് സെന്ററും സംയുക്തമായാണ് റീജിയണൽ സയൻസ് സെന്ററിൽ വെച്ച് സംരംഭകത്വ വികസനത്തിൽ ഭൌതിക സ്വത്തവകാശത്തിന്റെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത്. MLA കെ മുരളീധരൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വന്ന മാറ്റങ്ങൾക്കെതിരെ പുറംതിരിഞ്ഞുന്ന സമീപനമാണ് എല്ലാ കാലവും കേരളം സ്വീകരിച്ചതെന്ന് കെ മുരളീധരൻ കുറ്റപ്പെടുത്തി. ഇതിന്റെ ഗുണത്തേക്കാളേറെ ദോഷങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത്. ഇതിന് ഒരുപാട് നഷ്ടങ്ങളുമുണ്ടായി. എന്നാൽ 4 വർഷം കൊണ്ട് ഈ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കേരളത്തിന് സാധിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള പുതിയ മാറ്റങ്ങൾ ഈ മേഖലയിൽ വരുമ്പോൾ ഗുണത്തേക്കാളേറെ ദോഷമാണ് ചർച്ച ചെയ്യുക. അതുകൊണ്ട് തന്നെ വിഷയങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കണമെന്നും ഈ മേഖലയിലേക്ക് കടന്നുവരുന്ന പുതിയ സംരംഭകർക്ക് വേണ്ടത്ര വിജ്ഞാനം നൽകണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ പഴയ സോവിയറ്റ് യൂണിയന്റെ ഗതിയാകും ഇന്ത്യക്കെന്നും അദ്ദേഹം പറഞ്ഞു. കമ്പ്യൂട്ടർ രാജ്യം വന്നു. കമ്പ്യൂട്ടർ വന്നപ്പോഴെന്താ പറഞ്ഞത്? കമ്പ്യൂട്ടർ തൊഴിലില്ലായ്മ സൃഷ്ടിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി. നമുക്ക് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ സാധാരണ പറയും ബുദ്ധി വളരെ കൂടിയാലും കുഴപ്പമാണെന്ന് പറയും. ബുദ്ധി കൂടിയാലാണ് കുറച്ച് എക്സെൻട്രിക് ആവുക. നമുക്ക് പലപ്പോഴും അത് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഒരു പുതിയ സംരംഭം വരുമ്പോൾ അതിന്റെ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ദോഷങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുക. ഇപ്പൊ കേരളത്തിൽ വികസനമല്ലല്ലോ പലപ്പോഴും ചർച്ച ചെയ്യുക, വിവാദങ്ങളാണ് ചർച്ച ചെയ്യുക. പക്ഷെ അതിനു മുമ്പ് മറ്റ് സംസ്ഥാനങ്ങൾ നമ്മളെ കവർ ചെയ്തു. അപ്പോ ലോകത്ത് മുഴുവൻ മാറ്റം ഉണ്ടാവുകയാണ്. അങ്ങനെ മാറ്റം ഉണ്ടാവുമ്പോൾ ആ മാറ്റത്തിൽ നിന്നും ഇന്ത്യക്ക് മാത്രമായിട്ട് മാറി നിൽക്കാൻ സാധ്യമല്ല, കേരളത്തിന് മാത്രമായിട്ട് മാറി നിൽക്കാൻ സാധ്യമല്ല. അപ്പൊ വിഷയങ്ങളെ കുറിച്ച് വസ്തുനിഷ്ഠമായി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു ട്രെയിനിങ് നമ്മുടെ പുതുതലമുറയ്ക്ക് നൽകണം. അപ്പൊ ഈ ശില്പശാല കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. സി സ്റ്റഡി ഡയറക്ടർ ഡോക്ടർ അജിത് പ്രഭു, IIM അഡ്ജന്റ് പ്രൊഫസർ ഡോക്ടർ MG ശ്രീകുമാർ, PIC പ്രൊജക്ട് സയന്റിസ്റ്റ് നൈജൽ വിൻസെന്റ് തുടങ്ങിയവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. സെമിനാറിനു ശേഷം ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ശില്പശാലയും സംഘടിപ്പിച്ചു. CWRDM എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ NB നരസിംഹം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ സയൻസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ VS രാമചന്ദ്രൻ, സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ VP ദിനേശൻ, ദർശനം സാംസ്കാരിക വേദി ജനറൽ സെക്രട്ടറി MA ജോൺസൺ, സി സ്റ്റഡി പ്രൊജക്ട് എഞ്ചിനീയർ K മൈഥിലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ജില്ലാ വാർത്തകളിൽ ഇടവേള. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. ഫോർ യു, ഫോർ അവർ.
അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mine bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള നീക്കത്തിനെതിരെ സംഘടിത പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് NRG വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ KST ഹാളിൽ ചേർന്ന ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കോഴിക്കോട് KSTA ഹാളിൽ വെച്ച തൊഴിലാളികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. NRG വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി MV ബാലകൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള ഏതു ശ്രമത്തെയും സംഘടിത പ്രക്ഷോഭം കൊണ്ട് നേരിടുമെന്ന് MV ബാലകൃഷ്ണൻ പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാർ വിചാരിച്ചാൽ ഈ പദ്ധതിയെ തകർക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബഡ്ജറ്റിൽ ഒരു രൂപ പോലും വെക്കാതിരുന്നാൽ മോഡി ഗവൺമെന്റിന്റെ ഈ ഷോ ഒന്നും ഉണ്ടാവില്ല. മോഡിയുടെ നവമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ പ്രചണ്ഡമായ പ്രചാരവേലയിൽ കുടിഞ്ഞു നിൽക്കുന്ന മോഡിയൊന്നുമല്ല ഉണ്ടാവുക. തൊഴിലുറപ്പിനെ തൊട്ട് കളിച്ചാൽ മോഡിക്കും BJPക്കും RSSനും നല്ലതുപോലെ അറിയാം അത് തങ്ങളുടെ വാട്ടർലൂ ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് കേട്ടാ. അല്ലാണ്ട് ഇതിനോട് വല്ലാത്ത ആഗ്രഹം വെച്ചിട്ടാണ് ഈ മോഡി ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുന്നത്. അതേ ഉമ്മൻചാണ്ടിയും KC ജോസഫ് വീട് ചെയ്യാൻ വേണ്ടി പോകുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ട് വേണം തൊഴിലുറപ്പ് നടത്തും. അസംബ്ലി 8-ാം തീയതി വരികയാണ്. വളരെ ശക്തമായി പ്രശ്നം ഉന്നയിക്കാൻ വേണ്ടി പോവുകയാണ്. അസംബ്ലി 8-9 ചേരുമ്പോ തൊഴിലുറപ്പുമായി കേരളത്തിന്റെ കെടുകാര്യസ്ഥത, കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നതിൽ കാണിക്കുന്ന കുറ്റകരമായ അവസ്ഥ, ഈ സംസ്ഥാനത്തെ 30 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾ, 62 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളോട് കാണിക്കുന്ന കടുത്ത അനാസ്ഥ അങ്ങേയറ്റത്തെ അനീതി. NRG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് TK സുജാത അധ്യക്ഷത വഹിച്ചു. K ചന്ദ്രൻ മാസ്റ്റർ, ജില്ലാ ട്രഷറർ T വിശ്വനാഥൻ, M ലക്ഷ്മി തുടങ്ങിയവരും സംസാരിച്ചു. കോഴിക്കോട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വെൽനസ് 2015 എന്ന പേരിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വെള്ളിമാട് 1 ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ നടന്ന പരിപാടി സബ് ജഡ്ജി RL ബൈജു ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യനീതി ഓഫീസർ TP സാറാമ അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് വെള്ളിമാടുകുന്നിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസികൾക്കായി വെൽനസ് 2015 എ വിഷൻ ഫോർ ഹെൽത്ത് കെയർ എന്ന പേരിൽ ഏകദിന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെയും ഓപ്പൺ മെഡിസിൻസിന്റെയും എരഞ്ഞിപ്പാലം മലബാർ ഹോസ്പിറ്റലിന്റെയും സംയുക്ത സഹകരണത്തോടുകൂടിയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാൻ RL ബൈജു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ഓരോ കുട്ടിയും വളരെ നല്ല കുട്ടികളാണ് എന്നുള്ള കാര്യം എനിക്ക് നേരിട്ട് തന്നെ ബോധ്യപ്പെട്ടു. അത് അറിയാത്ത ആളുകളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഒരു ചെറിയ ഒരു ഉദാഹരണം, എങ്ങനത്തെ സാഹചര്യത്തിലാണ് നമ്മൾ ഈ കുട്ടികളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്നലെ മുതൽ കരഞ്ഞു തോരാത്ത കണ്ണുകളുമായി ഇന്നലെ മുഴുവൻ എന്നെ കെട്ടിപ്പിടിച്ച് ഇരുന്ന ഒരു ചെറിയ പെൺകുട്ടി ഈ കൂട്ടത്തിലുണ്ട്. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ TP സാറാമ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷീബ മുംതാസ് സ്വാഗതം പറഞ്ഞു. ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് D സാലി IPS മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. CWC മെമ്പർ രാജൻ, ബബിത, മലബാർ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ PA ലളിത, പ്രസ് ക്ലബ് സെക്രട്ടറി കമാൽ വരദൂർ, ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട് M മുരളീധരൻ നായർ, പുഷ്പ, ഓപ്പൺ മെഡിസിൻസ് മാർക്കറ്റിംഗ് മാനേജർ K നൌഷാദ്, നോഡൽ കോർഡിനേറ്റർ ചൈൽഡ് ലൈൻ മുഹമ്മദ് അലി, സോഷ്യൽ വർക്കർ പാർവതി ബായ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നന്ദി ദാറുസലാം അൽ ഇസ്ലാമി സ്ഥാപനങ്ങളുടെ 40-ാം വാർഷികാഘോഷ പരിപാടികൾ നവംബർ 16 മുതൽ 29 വരെ നടക്കും. കോഴിക്കോട് സമസ്ത ഓഡിറ്റോറിയത്തിൽ നടന്ന തീയതി പ്രഖ്യാപനം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നന്ദി ജാമിയ ദാറുസലാം അൽ ഇസ്ലാമിയ സ്ഥാപനങ്ങളുടെ 40-ാം വാർഷികാഘോഷ പരിപാടികൾക്ക് നവംബർ 26 കൊയിലാണ്ടിക്കടുത്ത നന്ദിയിൽ തുടക്കമാവും. 4 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് റൂബി ജൂബിലി ആഘോഷ പരിപാടികൾ. സ്ഥാപനത്തിന്റെ 13-ാം സനദ് ദാന സമ്മേളനവും ഇതോടൊപ്പം നടക്കുമെന്ന് കോഴിക്കോട് സമസ്ത ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അറിയിച്ചു. ബിരുദ
സമുദായ നാട്ടിലും നാട്ടിലുള്ള മേഖലകളിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുക. തന്നെ 40-ാം വാർഷികത്തോടനുബന്ധിച്ച് ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മൗലാന മൂസക്കുട്ടി ഹദ്രത്ത് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കോട്ടുമല ബാപ്പു മുസ്ലിയാർ, സയ്യിദ് ഹുസൈൻ ബാഫക്കി, ഖാസി സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലൈലി, കൊയിലാണ്ടി ഖാസി മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജീവിത പരിചരണാവസാനത്തിൽ മാന്യമായ മരണം ഉറപ്പുവരുത്തുവാനുള്ള മാർഗങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റും ഇന്നർവ്യൂലും ചേർന്നാണ് സെമിനാർ സംഘടിപ്പിച്ചത്. അഡീഷണൽ ജില്ലാ ജഡ്ജി ഡോക്ടർ കൌസർ എടപ്പലകത്ത് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നിത്യജീവിതത്തിൽ കാത്തുസൂക്ഷിച്ച അന്തസ് ജീവിതാന്ത്യത്തിലും നിലനിർത്താൻ മരണം സ്വയം തിരഞ്ഞെടുക്കാമെന്ന ആശയമുയർത്തി ജീവിതാന്ത്യ ശുശ്രൂഷ സ്വയം തിരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ റോട്ടറി ക്ലബ്ബ് മലബാർ പാലസിൽ സെമിനാർ സംഘടിപ്പിച്ചു. കുടുംബത്തെ വഴിയാധാരമാക്കിയുള്ള ചികിത്സയ്ക്ക് പുറപ്പെടും മുൻപ് ഈ ചികിത്സ രോഗിയുടെ ജീവിത നിലവാരത്തിൽ എന്തെങ്കിലും മെച്ചമുണ്ടാക്കുമോ എന്ന് ചിന്തിക്കണമെന്ന് ലേക്ക് ഷോർ ആശുപത്രി ഓങ്കോളജി ഡയറക്ടർ ഡോക്ടർ VP ഗംഗാധരൻ പറഞ്ഞു. മരണം ഉറപ്പാണെന്നറിഞ്ഞാലും ബന്ധുക്കൾക്ക് ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്ന ഡോക്ടർമാർ ചെയ്യുന്നത് ധാർമ്മികതയാണോ എന്ന് ആലോചിക്കണമെന്ന് ക്ലിനിക്കൽ ഡയറക്ടർ ഡോക്ടർ മനോജ് കുമാറും അഭിപ്രായപ്പെട്ടു. മരണം തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തെക്കുറിച്ച് അഭിപ്രായ ഐക്യമുണ്ടാക്കുവാൻ സാധിക്കില്ലെന്ന് ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ പറഞ്ഞു. നല്ല മരണം സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിലാണെന്ന് പാലിയേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ അനിൽ പാലേരി അഭിപ്രായപ്പെട്ടു. ലക്ഷണം കാണുമ്പോൾ മരണം അടുത്തുവെന്ന് മനസ്സിലാക്കണം. പിന്നീട് മരണത്തെ സ്വീകരിക്കാൻ കുടുംബമടക്കം തയ്യാറാകണം. എങ്കിൽ മരണം അംഗീകരിക്കാൻ നമുക്ക് സാധിക്കും. മരിച്ച വീട്ടിൽ പോകുമ്പോൾ കുട്ടികളെ കൂട്ടാത്തതിനാൽ അവർക്ക് മരണം എവിടെയോ നടക്കുന്ന സംഭവമാവുകയാണ്. മരണം അടുത്തറിയാൻ അവരെ അനുവദിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡോക്ടർ ജീവൻ ജോബ്, പ്രൊഫസർ അബ്ദുൽ അസീസ്, KM മുരളീധരൻ, രാജേശ്വരി വിശ്വനാഥ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ നാസർ യൂസഫ് മോഡറേറ്ററായിരുന്നു. സെമിനാർ അഡീഷണൽ ജില്ലാ ജഡ്ജി അഡ്വക്കേറ്റ് ഡോക്ടർ കൌസർ എടപ്പഴകത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വാർത്തകളിൽ മറ്റൊരിടവേള. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015 സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. പ്രത്യേക ശ്രദ്ധയ്ക്ക് മദ്യപാനം, പുകവലി, കഞ്ചാവ്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ ശീലമാക്കിയവർ നിങ്ങളുടെ കുടുംബത്തിലോ അറിവിലോ ഉണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാൻ ഇതാ ഒരവസരം. തികച്ചും ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ ആയുർവേദ മരുന്ന് അറിഞ്ഞോ അറിയാതെയോ നൽകാം. ഡോക്ടർ മിഥുൻ എടത്തിൽ, മീഞ്ചന്ത, കോഴിക്കോട്. ഫോൺ 9895539920. മരുന്ന് തപാൽ വഴിയും ലഭ്യമാണ്. WHO GMP ISO 9001:2000 HACCP സർട്ടിഫൈഡ് മെഡിസിൻ. കൂടുതൽ ചികിത്സാ വിവരങ്ങൾക്കും ബുക്കിംഗിനും ബന്ധപ്പെടുക. ലഹരി ഉപയോഗം അത് കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും നാടിനെയും നശിപ്പിക്കും. അതിൽ നിന്ന് ഇതാ ഒരു മോചനം. ഒരു നല്ല നാടിന്റെ ഉയർച്ചയ്ക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. വാർത്തകൾ തുടരുന്നു. പ്ലാസ്റ്റിക് മുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ തുണിസഞ്ചികൾ വിതരണം ചെയ്തു. DD ഓഫീസിന് മുൻവശത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഗിരീഷ് ചോലയിൽ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലാണ് DDE ഓഫീസിന് മുൻവശം പരിസ്ഥിതി സൌഹൃദ തുണിസഞ്ചി വിതരണവും പരിസ്ഥിതി ചിത്ര ആൽബ പ്രകാശനവും നടന്നത്. പ്ലാസ്റ്റിക് മുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഗിരീഷ് ചോലയിൽ പ്രകൃതി സൌഹൃദ തുണിസഞ്ചി വിതരണം ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിക്ക് അനുയോജ്യമായ വികസനമാണ് സമൂഹത്തിൽ നടത്തേണ്ടതെന്ന് അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. AKSTU പ്രസിഡന്റ് EK അജിത് അധ്യക്ഷനായിരുന്നു. പരിസ്ഥിതി ചിത്രരചന ആൽബം നിറച്ചാർത്തിന്റെ പ്രകാശനം CPI ദേശീയ കൌൺസിൽ അംഗം TV ബാലൻ നിർവഹിച്ചു. KK ബാലൻ മാസ്റ്റർ ആൽബം ഏറ്റുവാങ്ങി. ഉദ്ഘാടന ചടങ്ങിന് ശേഷം പൊതുജനങ്ങൾക്കായി തുണിസഞ്ചി വിതരണം ചെയ്തു. AKSTU സംസ്ഥാന ട്രഷറർ യൂസഫ് കൊറോത്ത്, അഷ്റഫ് കരുവട്ടൂർ, KK സുധാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.
പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തോടെ പൊതുജനങ്ങൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു. കൊമ്മേരി സർവീസ് സഹകരണ ബാങ്കും കൃഷിവകുപ്പും സംയുക്തമായാണ് ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. കൊമ്മേരി സർവീസ് സഹകരണ ബാങ്കും കൃഷിവകുപ്പും സംയുക്തമായാണ് ജൈവ പച്ചക്കറി കൃഷി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ശില്പശാല നടന്നത്. ജൈവ പച്ചക്കറി കൃഷി, മഴക്കാല പച്ചക്കറി കൃഷി എന്നിവയുടെ വളർച്ചയ്ക്കും പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് പൊതുജനങ്ങൾക്കായി ശില്പശാല സംഘടിപ്പിച്ചത്. കൃഷി ഓഫീസർ കെ വി നൌഷാദ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഈ ചർച്ചയ്ക്കൊക്കെ ഒരു ഫലം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ വിഷുനാളിൽ കേരളത്തിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറി വലിയൊരു കുറവുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്, ഒരു വിജയമാണ്. മഴക്കാല പച്ചക്കൃഷി, കൃഷിമുറ്റത്ത് ജൈവകൃഷിയുടെ ആവശ്യകത, കൃഷിരീതികൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ശില്പശാലയിൽ ചർച്ച ചെയ്തു. കൊമ്മേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി മധുസൂദനൻ നായർ അധ്യക്ഷനായിരുന്നു. കൊമ്മേരി സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ എൽ ആന്റണി, അശോക് കുമാർ, എം അജയകുമാർ, ബാബു വേങ്ങേരി, റിട്ടയർഡ് കൃഷി ഓഫീസർ രാജൻ, എ ഇസ്മായിൽ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. തപസ്യ കലാ സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ VM കോറത്ത് അനുസ്മരണം സംഘടിപ്പിച്ചു. പത്രപ്രവർത്തകൻ KP കുഞ്ഞിമൂസ മുഖ്യപ്രഭാഷണം നടത്തി. ഒരു സ്വാതന്ത്ര്യ സമര സേനാനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എങ്ങനെ പെരുമാറണമെന്നതിന്റെ ഉദാഹരണമാണ് VM കോറത്തെന്ന് അനുസ്മരണ സമ്മേളനം അഭിപ്രായപ്പെട്ടു. തപസ്യ കലാ സാഹിത്യവേദി സംഘടിപ്പിച്ച പരിപാടിയിൽ മുതിർന്ന പത്രപ്രവർത്തകൻ KP കുഞ്ഞിമൂസ അനുസ്മരണ പ്രഭാഷണം നടത്തി. നവമാധ്യമങ്ങൾക്ക് വലിയ സാധ്യതകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് സമൂഹമാണെന്നും നവമാധ്യമങ്ങളും പൊതുസമൂഹവും സെമിനാർ അഭിപ്രായപ്പെട്ടു. തപസ്യ ജില്ലാ അധ്യക്ഷൻ ഉള്ളൂർ M പരമേശ്വരൻ, ജില്ലാ സെക്രട്ടറി PE ദാമോദരൻ, P ബാലകൃഷ്ണൻ, കേസരി പത്രാധിപർ ഡോക്ടർ NR മധു, AK അനുരാജ്, M ബാലകൃഷ്ണൻ, MC രാജീവ് കുമാർ എന്നിവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ തുടരുകയാണ്. വൃക്ഷത്തൈ നടൽ, ബോധവൽക്കരണം, വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ചിത്രരചനാ മത്സരം എന്നിവയും നടക്കുന്നുണ്ട്. സോഷ്യൽ ഫോറസ്ട്രി ബോർഡ്, വനം വകുപ്പ്, ജില്ലാ ഭരണകൂടം എന്നിവർ പരിപാടികൾക്ക് സഹകരണവുമായി കൂടുതലുണ്ട്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. മാവൂരോട് ശ്മശാനത്തിൽ മരത്തൈ നട്ട് പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ കോർപ്പറേഷൻ തല ഉദ്ഘാടനം മേയർ AK പ്രേമജമാണ് നിർവഹിച്ചത്. മെഡിക്കൽ കോളേജ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിന്റെ നേതൃത്വത്തിൽ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീകണ്ഠേശ്വര ക്ഷേത്ര പരിസരത്ത് FIAF വൈസ് പ്രസിഡന്റ് PV ഗംഗാധരൻ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. P സുന്ദർദാസ് അധ്യക്ഷനായിരുന്നു. E അനിരുദ്ധൻ, അഡ്വക്കേറ്റ് M രാജൻ, E സുരേഷ് ബാബു, പുത്തൂർമഠം ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കശ്യപാശ്രമം, മലാപ്പറമ്പ്, നാദവക്കാട്ടിൽ അപൂർവ വൃക്ഷങ്ങൾ നട്ട് ദയാനന്ദവനത്തിന് തുടക്കമിട്ടു. സബ് കലക്ടർ ഹിമാൻഷ് കുമാർ പരിസ്ഥിതി ദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. CK സജിത് കുമാർ, K പ്രഭാകരൻ, സിന്ധു പുഴയ്ക്കൽ, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, K സത്യൻ, വിവേക് D ഷേണായ് തുടങ്ങിയവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് ശാസ്ത്രവേദി സംസ്ഥാന വ്യാപകമായി ദേശീയ നേതാക്കളുടെ പേരിൽ സ്മൃതിവനങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിലുള്ള മൊയ്തു മൗലവി സ്മാരകം നിർമ്മിച്ച വളപ്പിൽ കാരശ്ശേരി ബാങ്ക് പ്രസിഡന്റ് NK അബ്ദുറഹ്മാൻ സ്മൃതിവൃക്ഷം നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PA അജയൻ അധ്യക്ഷം വഹിച്ചു. അഡ്വക്കേറ്റ് M രാജൻ, MC സുധ, ജയശ്രീ സുജനപാൽ, ജില്ലാ സെക്രട്ടറി NKR മോഹനൻ, VP സനീപ് കുമാർ, അബ്ദുൽ കരീം, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി, P ദാമോദരൻ, ഫിലിപ്പ് സക്രിയ എന്നിവർ സംബന്ധിച്ചു. അരക്കിണർ ഗോവിന്ദവിലാസ് ALP സ്കൂളിൽ പരിസ്ഥിതി ദിന സന്ദേശ റാലി സംഘടിപ്പിച്ചു. SSG വൈസ് ചെയർമാൻ ജയരാജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രധാനാധ്യാപിക ശ്യാമള TK പരമുത്തശ്ശിയെ ആദരിച്ചു. PTA പ്രസിഡന്റ് മുരളീധരൻ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് സൈദലവി വൃക്ഷത്തൈ നട്ടു. കൺവീനർ സത്യഭാമ PK പരിസ്ഥിതി ക്ലബിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ചെറുവണ്ണൂർ ലിറ്റിൽ ഫ്ലവർ AIP സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് സ്കൂൾ അങ്കണത്തിൽ കുട്ടികൾക്കൊരു കുട്ടിക്കാട് എന്ന പദ്ധതി പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും രക്ഷിതാക്കളും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളും വിദ്യാർത്ഥികളും കൂട്ടമായി ആരംഭം കുറിച്ചു. ആഘോഷത്തിന്റെ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥിയും സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് സെക്രട്ടറിയുമായ C മുഹമ്മദ് നിർവഹിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് AP സക്കീർ ഹുസൈൻ അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപിക സിസ്റ്റർ ഷിമ്മി, ലോക്കൽ മാനേജർ ഫാദർ ജോൺസൺ അവേരവ്, പൂർവ്വ വിദ്യാർത്ഥികളായ P ചിനാരി ചന്ദ്രൻ, കൃഷ്ണദാസൻ, C ചന്ദ്രൻ, CK കൃഷ്ണദാസൻ, P വേലുക്കുട്ടി, TP അഹമ്മദ് കോയ, റിട്ടയർഡ് അധ്യാപിക അന്നക്കുട്ടി, ഫിലാമിന KD, ടെൽമ, എഡ്ലിൻ, PTA ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു. തിരുഹൃദയ ദേവാലയത്തിൽ 75ഓളം വൃക്ഷത്തൈകളാണ് കുട്ടികൾ നട്ടത്.
ബേപ്പൂർ BC റോഡ് LP സ്കൂളിന്റെ ആഭിമുഖ്യത്തിലും പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. പരിസ്ഥിതി ദിന സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്ലാക്കാർഡുകളും ഉയർത്തിപ്പിടിച്ചായിരുന്നു റാലിയിൽ കുട്ടികൾ അണിചേർന്നത്. പ്രധാന അധ്യാപിക ലീലാമണി, PTA പ്രസിഡന്റ് മനോജ്, SSG കൺവീനർ TP രാമചന്ദ്രൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബേപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിലും പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ PJ ലൂസി അധ്യക്ഷം വഹിച്ച പരിപാടി പ്രശസ്ത എഴുത്തുകാരി P വത്സല ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ, പ്രധാന അധ്യാപിക ജീജ, ശശികുമാർ, ജാഫർ NM, ജസ്ന, പാർവതി, പ്രവീൺകുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ക്ഷേത്രവിശേഷങ്ങൾ. കരുവശ്ശേരി തിരുത്തിയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമായി. നവീകരണ കലശം, ധ്വജപ്രതിഷ്ഠ എന്നിവയുമുണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി ചാത്തനാട്ടിലത്തെ രാമചന്ദ്രൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടന്നത്. ശ്രീബുദ്ധബലി, ആറാട്ട് എന്നിവയോടെയാണ് ഉത്സവാഘോഷ പരിപാടികൾ സമാപിച്ചത്. നിരവധി ഭക്തജനങ്ങളാണ് ഉത്സവാഘോഷത്തിൽ സംബന്ധിക്കാനെത്തിയത്. हरे कृष्ण हरे कृष्ण. വാർത്തകൾ ചുരുക്കത്തിൽ. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. അധ്യയന വർഷം ആരംഭിച്ചിട്ടും വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം ലഭ്യമാക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന കമ്മിറ്റിയുടെ പുസ്തകവണ്ടി തിങ്കളാഴ്ച കണ്ണൂർ ജില്ലയിലെ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പര്യടനം തുടങ്ങും. ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ദേശീയ പ്രസിഡന്റ് P അബ്ദുൽ നാസർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമരം ചെയ്തതിന്റെ പേരിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ SFI യൂണിവേഴ്സിറ്റിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ഗതാഗത മന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ പലപ്പോഴും പാഴ്വാക്കുകളാണെന്നും പൊതുഗതാഗത മേഖലയുടെ മന്ത്രിക്ക് പ്രതിബദ്ധതയില്ലെന്നും A. പ്രദീപ് കുമാർ MLA. കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിഷയങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് K. മുരളീധരൻ MLA. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life. Jilla Vartagal, the one and only daily news across your district. Log on www.jillavartagal.com. Independent, impartial, indivisible, straight to the public. Jilla Vartagal, the one and only daily news across your district. Log on www.jillavartagal.com.